നമസ്കാരം. സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേരള ജോഗ്രഫിയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഫിസിയോഗ്രാഫി ഓഫ് കേരള, കേരളത്തിൻ്റെ ഭൂപ്രകൃതികളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിൻ്റെ ആദ്യം കുറച്ച് നിങ്ങൾക്കൊരു PYQ, നമ്മുടെ PSC ചോദിച്ച കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് PYQ ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതായത് കണ്ടോ, കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. ഇതെല്ലാം വന്ന ചോദ്യങ്ങളാണ്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? കണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നതിൽ സഖ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏത്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ശരി കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരി കണ്ടെത്തുക. ഇതെല്ലാം നമ്മുടെ ഈ പ്രധാനപ്പെട്ട സിലബസിൽ നിന്ന് ചോദിച്ച PSC ആവർത്തിച്ച PYQ ചോദ്യം. നമ്മളിതെല്ലാം പറയും. ആദ്യം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പം നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാം. നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ മൂന്നായിട്ട് തിരിക്കാം അല്ലേ? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടെന്ന് പറയുമ്പോഴേ ഹൈലാൻഡ് ഏരിയകളാണ്. ഇടനാടെന്ന് പറഞ്ഞാൽ മിഡ്ലാൻഡ് ഏരിയകളാണ്. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ ലോ ലാൻഡ് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയകളാണ്. അപ്പം മലനാടാണ് ഏറ്റവും കൂടുതലുള്ളത്. 48% മലനാടാണ്. ഇടനാട് 42%, ബാക്കി 10% നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് വ്യക്തമായി നമുക്ക് SCRT കൊടുത്തിരിക്കുന്ന ഒരു മാപ്പാണ് നമ്മളിവിടെ കേരളത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കേരളത്തിൻ്റെ വടക്ക് കിഴക്ക്, അതായത് കേരളത്തിൻ്റെ അതിർത്തിയിൽ നോക്കുക ആദ്യം. കണ്ടോ, വടക്ക് കിഴക്ക് കർണാടകയാണ്. കണ്ടോ, കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് കർണാടകയാണ്. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് തമിഴ്നാടാണ്. കണ്ടോ, കേരളത്തിൻ്റെ കേരളത്തിന് നമ്മുടെ ഇതിൽ കണ്ടോ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ആണ്. അതായത് മലനാടാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഹൈലാൻഡ് ഗ്രീൻ. അടുത്ത കണ്ടോ, ഇടനാടാണ് അടുത്ത കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരെ കാണപ്പെടുന്നതാണ് ഇതെല്ലാം എന്താണ്? മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരെയാണ് മലനാട് കിടക്കുന്നത്. ഇനി നോക്കി, ഇടനാട് കണ്ടോ, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. ഇതാണ് ഇടനാട്. കണ്ടോ, ഇതാണ് ഇടനാട്. ഇതാണ് കണ്ടോ, ഇതാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5നും 75 മീറ്ററും. അടുത്ത കണ്ടോ, നമ്മുടെ കോസ്റ്റൽ ഏരിയ, അതായത് നമ്മുടെ തീരപ്രദേശം അപ് ടു 7.5 അല്ലെങ്കിൽ ബിലോ 7.5 SCRT കൊടുത്തിരിക്കുന്നതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ തീരപ്രദേശം. 7.5 മീറ്റർ വരെയുള്ളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ തീരപ്രദേശം. എന്തുകൊണ്ടെന്നറിയാവോ? എടാ, കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമല്ലേടാ അറബിക്കടലാണ്. അറേബ്യൻ സീ അല്ലേടാ പടിഞ്ഞാറ്, അല്ലേ? മറക്കേ ചെയ്ത് കിഴക്ക് പശ്ചിമഘട്ടമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ മലനാടൊക്കെ കിടക്കുന്നത്. ഓർത്തോണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാട്. എടാ, മലനാടെന്ന് പറയുമ്പോഴേ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്താണ്? 48% കേരളത്തിൽ കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരെ സ്ഥിതി ചെയ്യുന്നു. ഈ മലനാടിനൊരു ശരാശരി ഉയരമുണ്ട്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഇത് കിടക്കുന്ന ശരാശരി ഉയരം 900 മീറ്ററാണ്. 900 മീറ്റർ ഉയരെ കാണപ്പെടുന്നു. ഇത് കറക്റ്റ് കിടക്കുന്നത് കിഴക്ക് ഭാഗമാണ്. ഹൈലാൻഡ് ഈസ് ദ റീജിയൻ ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് കേരള. കേരളത്തിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കിഴക്കു ഭാഗം, മറക്കേ ചേർത്ത് കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്താണ് കിടക്കുന്നത്. ഈ മലനാട്ടിൽ നിന്നാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് വരുന്ന ഏറ്റവും കൂടുതൽ നദികളും മലനാടുകളിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ഏറ്റവും 44 നദികളെല്ലാം. ഹൈലാൻഡ് ഈസ് ദ ടോപ്പോഗ്രാഫി വെയർ ഓൾ റിവേഴ്സ് ഒറിജിനേറ്റ് ഇൻ കേരള. കാരണം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. അപ്പം നദികളെല്ലാം കൂടുതലും ഭൂരിഭാഗവും അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി തീർന്നില്ല. മലനാടെന്ന് പറഞ്ഞാലേ എന്താണ്? ആ പേര് കണ്ടാണ്. മലയോര പ്രദേശം കൂടുതലുള്ള നാടാണ് മലനാട്. അതായത് ഇപ്പം നമുക്കറിയാം ഇടുക്കി, വയനാട്, പാലക്കാട് അങ്ങോട്ട് ഉള്ള ജില്ലകളെല്ലാം മലയോര പ്രദേശം കൂടുതലുള്ളതാണ്. അതെല്ലാം നമുക്കറിയാം എന്താണ്? പർവ്വതങ്ങളും അതല്ലെങ്കിൽ മരങ്ങളും ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും പർവ്വത പ്രദേശങ്ങളും ഇതെല്ലാം നമ്മുടെ എവിടെയുണ്ട്? മലനാടുകളിലുണ്ട്. ഏറ്റവും കൂടുതൽ മലനാടിലെ ട്രീസ് അല്ലെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെല്ലാം കാണപ്പെടുന്നത് മലനാടിലാണ്. മാത്രമല്ല എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റുകൾ, എവർഗ്രീൻ നിത്യഹരിത
ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, മഴക്കാടുകൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഇതെല്ലാം കൂടുതലും നമ്മുടെ ഇവിടെ തന്നെയാണ്, ഹൈലാൻഡിൽ തന്നെയാണ്, ഫോറസ്റ്റ് ഏരിയ മലനാട് തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ മലനാടാണല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏലം, തേയില, ഗ്രാമ്പു, കറുകാപ്പട്ട, കുരുമുളക്, അതുപോലെ തന്നെ റബ്ബർ, കോഫി, നമ്മുടെ സുഗന്ധ വിളകൾ കൂടുതലും, സ്പൈസസ് കൂടുതലും നമ്മുടെ മലനാട്ടിലാണ്. ഷുഗർ കെൻ, കരിമ്പ്, അതുപോലെ തന്നെ ചന്ദനം, കൊക്കോ, ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൂടുതലും മലനാട്ടിലാണ്. കാരണം സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം കൂടുതലും മലനാട്ടിലാണെന്ന് ഓർക്കുക. റബ്ബർ കൃഷി മലനാട്ടിൽ ചെയ്യും കേട്ടോ, റബ്ബർ കൃഷി മലനാട്ടിൽ ചെയ്യും. ഇനി നമ്മുടെ ചരിത്രത്തിൽ സംഘം പീരീഡ് എന്ന് പറഞ്ഞൊരു പീരീഡ് പഠിക്കുന്നുണ്ട് അല്ലേ, സംഘകാലം. അതായത് നമ്മുടെ ദ്രാവിഡ തമിഴ് സംസ്കാരം എല്ലാം നിലനിന്ന നമ്മുടെ തമിഴ് ലിറ്ററസി പീരീഡ്, സംഘകാലം ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. ആ സംഘകാലത്ത് 5 തിണകൾ ഉണ്ടായിരുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. 5 തിണകൾ അല്ലേ, ആ 5 ഗ്രൂപ്പ് സമൂഹം താമസിച്ചതാണ് 5 തിണകൾ. അതിൽ 5 തിണകളിൽ മലനാട് അന്നറിയപ്പെട്ട പേരാണ് കുറിഞ്ചി. മൗണ്ടൻ ഏരിയകളെല്ലാം കുറിഞ്ചി, മൗണ്ടൻ റീജിയൻസ് എല്ലാം, പർവ്വത പ്രദേശങ്ങളെല്ലാം കുറിഞ്ചി എന്നാണ് അറിയപ്പെട്ടത്. കണ്ടോ, സംഘകാലത്ത് കുറിഞ്ചി എന്നാണ് മലനാട് അറിയപ്പെട്ടിരുന്നത്. മറക്കരുത്. മുല്ലയുണ്ട്, മുല്ല, പുൽമേടുകളൊക്കെയാണ്, മുല്ലൈ എന്നറിയപ്പെട്ടത്. പുൽമേടൊക്കെയാണ് മുല്ലൈ, മറക്കേ ചെയ്യരുത്, പുൽമേടൊക്കെയാണ് മുല്ലൈ. ക്ലിയർ അല്ലേ? കുറിഞ്ചി പർവ്വത പ്രദേശങ്ങളെല്ലാം കുറിഞ്ചി, സംഘകാലത്ത് കുറിഞ്ചി മല എന്നോർത്താൽ മതി. പർവ്വതമലകളൊക്കെ ഓർക്കുക. മുല്ലൈ, പുൽമേട്, അതൊക്കെയാണ് മുല്ലയായിരുന്നത്. ഇനി തീർന്നില്ല, നമ്മുടെ ഈ പറഞ്ഞ കേരളത്തിൽ കിടക്കുന്നതിൽ ഏറ്റവും ഉയർത്തി കിടക്കുന്ന പ്രദേശം തന്നെയാണ് മലനാടെന്ന് പറയുന്നത്. ഏത് മലനാട് ഏറ്റവും ഉയരത്തിൽ തന്നെയാണ് കിടക്കുന്നത്. കേരള ഭൂപ്രകൃതിയിൽ കിടക്കുന്നതിലും ഏറ്റവും കൂടുതലായിട്ട് വൈഡായിട്ട് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ മലനാടാണ്, മറക്കുകയും ചെയ്യരുത്. ഇത് കറക്റ്റ് കിടക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചിമഘട്ടം തന്നെയാണ് സഹ്യാദ്രിയുടെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് തന്നെയാണ് മലനാട്. പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യാദ്രിയുടെ കിഴക്ക് ഭാഗത്ത് തന്നെയാണ് മലനാട് കിടക്കുന്നത്. പശ്ചിമഘട്ടം 1600 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുവാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, തെക്കേ അറ്റത്ത് തുടങ്ങിയാൽ കന്യാകുമാരി മുതൽ തെക്കേ അറ്റം തുടങ്ങി കന്യാകുമാരി മുതൽ നമ്മുടെ ഗുജറാത്ത് വരെ, അതായത് ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, കന്യാകുമാരി വരെയാണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ട് കിടക്കുന്നത്. എത്ര കിലോമീറ്റർ? 1600 കിലോമീറ്ററാണ്. എത്ര കിലോമീറ്റർ? 1600 കിലോമീറ്ററാണ്. ഞാൻ എടുത്തു പറഞ്ഞു ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പോകുന്നത്, മറക്കരുത്. ഗുജറാത്ത് പറഞ്ഞു, ഗുജറാത്തിലെ താപ്തി, ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ നമ്മൾ ബാക്കി ഏതൊക്കെ സ്റ്റേറ്റ് പറഞ്ഞു? മഹാരാഷ്ട്ര, അടുത്ത ഏത് പറഞ്ഞു? ഗോവ, കർണാടകം, പിന്നെ ഏതാ പറഞ്ഞേ? കേരളം, പിന്നെ നമ്മൾ ഏതാ പറഞ്ഞേ? തമിഴ്നാട്, കന്യാകുമാരി വരെ എന്ത് കിടക്കുവാണ്? നമ്മുടെ വെസ്റ്റേൺ ഘട്ട്. എന്ത് കിടക്കുവാണ്? വെസ്റ്റേൺ ഘട്ട്. 1600 കിലോമീറ്റർ 6 സംസ്ഥാനത്തിലൂടെ പാസ് ചെയ്ത് പോവുകയാണ്. ക്ലിയർ അല്ലേ? മറന്നേ പോകരുത്. അതിൽ നമുക്കറിയാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയത് തന്നെയാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ദ മൗണ്ടൻ റേഞ്ചസ് ഓഫ് ദ വെസ്റ്റേൺ ഘട്ട് ആർ നോൺ ദ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ വേരിയറി, പല ഇതായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ? നമ്മുടെ പശ്ചിമഘട്ടം ചിലടത്ത് സഹ്യാദ്രി എന്നറിയപ്പെടുന്നുണ്ട്, പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പല പേരിൽ അതിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന ആ പേരുകളാണ് പറഞ്ഞത്. കാരണം പശ്ചിമഘട്ടത്തിലാണ് കിടക്കുന്നത്, പല പേരുകളിൽ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു. കിടക്കുന്ന പൊസിഷൻ അനുസരിച്ച് ബ്രഹ്മഗിരി ഹിൽസ്, കണ്ടോ, ബ്രഹ്മഗിരി ഹിൽസ് എന്ന് പറയുന്നതും പശ്ചിമഘട്ടം തന്നെയാണ്, ഭാഗമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ് ബ്രഹ്മഗിരി. എവിടെയാണ് കിടക്കുന്നത്? കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ വടക്കൻ പ്രദേശങ്ങൾ. കണ്ടോ, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ വടക്കൻ പ്രദേശങ്ങൾ, വയനാടും അതുപോലെ തന്നെ വയനാട് ആൻഡ് കർണാടക ബോർഡർ, അതിൻ്റെ പ്രദേശങ്ങളിലും ഒക്കെ കിടക്കുന്നത് ബ്രഹ്മഗിരി ഹിൽസുകളാണ്. കാസർഗോഡ്, കണ്ണൂർ, ദ നോർത്തേൺ പാർട്സ് ഓഫ് വയനാട്, കാസർഗോഡ്, കണ്ണൂർ, വയനാടിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ ബ്രഹ്മഗിരി ഹിൽസ് ഉണ്ട്. അതുപോലെ തന്നെ കർണാടകയും വയനാടും തമ്മിൽ ബോർഡർ അല്ലേ, കർണാടകയുടെയും വയനാടിൻ്റെയും അതിർത്തിയിലും ബ്രഹ്മഗിരി ഹിൽസ് ഉണ്ട്. ക്ലിയർ അല്ലേ? മറന്നേ പോരുത്. ഇതെല്ലാം പശ്ചിമഘട്ടത്തിനാണ്, പല പേരുകൾ അറിയപ്പെടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. നീലഗിരി ഹിൽസ് കണ്ടോ, എവിടെയാണ്? നോർത്തേൺ വയനാടിൻ്റെ വടക്കൻ ഭാഗത്താണ് നീലഗിരി. വയനാടിൻ്റെ വടക്കൻ ഭാഗത്താണ് നീലഗിരി കിടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ, അതുപോലെ തന്നെ മലപ്പുറം ആൻഡ്
നോർത്തേൺ പാർട്സ് ഓഫ് പാലക്കാടിൻ്റെ വയനാടൻ ഭാഗങ്ങളും എല്ലാം നീലഗിരി കുന്നിൻ്റെ ഭാഗങ്ങളാണ്. നീലഗിരി കുന്നിൻ്റെ ഭാഗങ്ങളാണ്. ആനമല ആൻഡ് ഏലമല, ആനമലയും ഏലമലയും കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ആൻഡ് ഇടുക്കി ജില്ലയിലെ തെക്കൻ പ്രദേശങ്ങളാണ്. ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ റീജിയൻ ഓഫ് പാലക്കാട്. തെക്കോട്ട് പാലക്കാടിൻ്റെ തെക്ക് ഇടുക്കി വരും, താഴോട്ട് പാലക്കാടും ഇടുക്കിയുടെയും തെക്കൻ പ്രദേശങ്ങളിലാണ് നമ്മുടെ ആനമലയും ഏലമലയും. കാരണം തമിഴ്നാട് ടച്ച് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? മറന്നേ പോകരുത്. കണ്ടോ? ഇനി അടുത്തത് അഗസ്ത്യമല. അഗസ്ത്യമല നമുക്കറിയാം നമ്മുടെ തെക്കേ അറ്റമാണ്. കൊല്ലവും തിരുവനന്തപുരവും ജില്ലയാണ് അല്ലെ. കൊല്ലത്തും തിരുവനന്തപുരത്തും അഗസ്ത്യമലയുണ്ട്, മറന്നേ പോകരുത്. അത് ദ മൗണ്ടൻ റേഞ്ച് ലൊക്കേറ്റഡ് അറ്റ് ദ സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ടിൽ കിടക്കുന്ന ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന, വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന പർവ്വതനിര തന്നെയാണ് അഗസ്ത്യമല എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന അഗസ്ത്യമല. ഇത് ഡിക്ലെയർഡ് ആസ് ബയോസ്ഫിയർ, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് 2001 2001 അഗസ്ത്യമലയെ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അഗസ്ത്യമലയെ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു. വ്യക്തമല്ലേ? ഇതിന് വിളിക്കുന്നത്, ഇത് നമ്മുടെ 10th ബയോസ്ഫിയർ റിസർവ് ഫ്രം ഇന്ത്യ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ MAB മാബ് പ്രോഗ്രാം അഗസ്ത്യമല 2016. അതായത് 10ാം സ്ഥാനത്ത് ഇടം നേടിയ, ഇന്ത്യയിലെ 10ാം സ്ഥാനത്ത് ഇടം നേടിയ ബയോസ്ഫിയർ റിസർവായ നമ്മുടെ അഗസ്ത്യമല ഇന്ത്യയുടെ മാൻ ആൻഡ് ദ ബയോസ്ഫിയർ റിസർവ് എന്ന പ്രോഗ്രാമിൽ 2016 ഇടം നേടിയ. മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പ്രോഗ്രാം ഇന്ത്യയിലെ 2016 നമ്മുടെ ഈ 10ാം പൊസിഷനിൽ വന്ന നമ്മുടെ ബയോസ്ഫിയർ റിസർവായ നമ്മുടെ അഗസ്ത്യമല ഇടം നേടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? മറന്നു പോരുത്. ഫസ്റ്റ് ബയോളജിക്കൽ പാർക്ക് ഇൻ കേരളയാണ്. കണ്ടോ? കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യമല. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യമല. ഇത് അഗസ്ത്യമല എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് അഗസ്ത്യമല കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഡിസ്ട്രിക്ട് വെയർ അഗസ്ത്യമല ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ് അഗസ്ത്യമല എന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. അഗസ്ത്യമല നെടുമങ്ങാട് താലൂക്കിൻ്റെ ഭാഗമാണ്. ഈ അഗസ്ത്യമലയുടെ ഹൈറ്റ് 1868 മീറ്ററാണ്. 1868 മീറ്റർ അല്ലെങ്കിൽ 6127 ഫീറ്റാണ്. 1868 മീറ്റർ അല്ലെങ്കിൽ 1868 മീറ്റർ ഉയരത്തിൽ ആണ് അഗസ്ത്യമല കിടക്കുന്നത്. അല്ലെങ്കിൽ 6127 ഫീറ്റാണ്, അടിയാണ്, ഉയരത്തിലാണ്. അടുത്ത ആനമുടി. ഇത് ഏറ്റവും വലിയ കൊടുമുടിയല്ലേ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ അല്ലേ? കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാം ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ വെസ്റ്റേൺ ഘട്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് വിളിക്കുന്ന ആനമുടി 2695 മീറ്റർ ഉയരമാണ്. അല്ലെങ്കിൽ 8842 അടി, 8842 അടി ഉയരത്തിലാണ് കിടക്കുന്നത്. ആനമുടി കറക്റ്റ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് അല്ലേ? ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് കിടക്കുന്നത്. ആനമുടിക്ക് പ്രത്യേകത, ആനമുടി എന്ന് പേര് വരാൻ കാരണമേ അത് ഫോർ ഹെഡ് ഓഫ് എലിഫന്റിന്റെ ഇതുപോലെ തല പോലെ ഇരിക്കുന്ന, മുടി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ്, അതിൻ്റെ മുഖം എലിഫന്റിന്റെ മുഖം പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ആനമുടിക്ക് ആ പേര് വന്നത്, തന്നെ ആനമുടി എന്ന പേര് വന്നത്. ക്ലിയർ അല്ലേ? ആനമുടി ഈസ് സിറ്റുവേറ്റഡ് ദ സദേൺ പാർട്ട് ഓഫ് ഇരവികുളം. നമുക്കറിയാം നമ്മൾ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നാണ് പഠിക്കുന്നത് ആനമുടി. തെക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി നമ്മുടെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ്. ആനമുടി ഇരവികുളം ദേശീയ ഉദ്യാനം പഠിക്കുമ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഉയരം കൂടിയ കൊടുമുടി തന്നെയാണ് ആനമുടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ആനമുടിയുടെ ഉയരം ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത് നമ്മുടെ ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ 1862 ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ആനമുടിയുടെ ഉയരം റെക്കോർഡ് ചെയ്തത്. 1862 നമ്മുടെ ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ് അത് റെക്കോർഡ് ചെയ്തത്. ഹയസ്റ്റ് പീക്ക് ഇൻ ദ വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ ആനമുടി തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. മലനാട്ടിലെ കാരണം കേരളത്തിലെ കിഴക്ക് ഭാഗത്താണ് മലനാട്, അപ്പം മലനാട്ടിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തന്നെയാണ് ആനമുടി എന്ന് പറയുന്നത്. ഈ ആനമുടി ഈ സംഗമിക്കുന്ന ഭാഗമുണ്ട്. അതായത് ആനമുടി ഒരു 3 പർവ്വത നിരകളുമായിട്ട് സംഗമിക്കുന്നുണ്ട്. ആനമുടി 3 പർവ്വത നിരകളുമായിട്ട് സംഗമിക്കുന്നുണ്ട്. ആ 3 പർവ്വത നിരകളാണ് ആനമലൈ, പളനിമലൈ, ഏലമലൈ. ഏതൊക്കെയാണ്? ആനമലൈ, പളനിമലൈ, ഏലമലൈ സംഗമിക്കുന്ന സ്ഥലത്താണ് ആനമുടി ഇരിക്കുന്നത്. ആനമലൈ, ഏലമലൈ,
പളനിമല സംഗമിക്കുന്ന പർവ്വതനിരകൾ സംഗമിക്കുന്ന ഭാഗത്താണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരിക്കുന്നത്. കർണാടകത്തിലും തമിഴ്നാട്ടിലും നീലഗിരി എന്നും മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി എന്നും ഒക്കെയാണ് പശ്ചിമഘട്ടം. എല്ലാം ഒന്നാണ്, കറക്റ്റാണ്. പശ്ചിമഘട്ടം തന്നെയാണ് നീലഗിരി, പശ്ചിമഘട്ടം തന്നെയാണ് നമ്മുടെ സഹ്യാദ്രി, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഓർക്കുക. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആനമലയിലും ഏലമലയിലും, കേരളം തമിഴ്നാട് ബോർഡറൊക്കെ വരുന്നതാണ്, ആനമലയിലും ഏലമലയിലും പശ്ചിമഘട്ടമുണ്ട്. അതുപോലെ തന്നെ ഈസ് കോൾഡ് ദ നീലഗിരി ഇൻ കർണാടക. നീലഗിരി എന്ന് കർണാടക ആൻഡ് തമിഴ്നാട്ടിലും ഉണ്ട് നീലഗിരി. ആൻഡ് സഹ്യാദ്രിസിസ്, അതായത് സഹ്യാദ്രി എന്ന് മഹാരാഷ്ട്രയിലും വിളിക്കുന്നു പശ്ചിമഘട്ടം. ക്ലിയർ അല്ലേ? മൗണ്ടൻ റേഞ്ച് ലൊക്കേറ്റഡ് നോർത്ത് ഓഫ് ആനമുടി, അതായത് നോർത്ത് ഓഫ് ആനമുടി, ആനമുടിയുടെ നോർത്ത്, അതായത് വടക്ക് ഭാഗം, ആനമുടിയുടെ വടക്ക് ഭാഗത്താണ് ആനമല, ആനമുടിയുടെ വടക്ക് ഭാഗത്താണ് ആനമല, മറക്കരുത്. എന്നാൽ വടക്ക് കിഴക്ക് പളനിമലയാണ്. വടക്ക് ഭാഗത്ത് ആനമലയും വടക്ക് കിഴക്ക് പളനിമലയും. മൗണ്ടൻ റേഞ്ച് ലൊക്കേറ്റഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് ആനമുടി, ആനമുടിയുടെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് കിടക്കുന്നത് നമ്മുടെ പളനിമലയാണ്. നമ്മുടെ ആനമുടിയുടെ വടക്ക് ഭാഗത്ത് കിടക്കുന്നത് ആനമല. ക്ലിയർ അല്ലേ? എന്നാൽ പളനി ഹിൽസ് എന്ന് പറയുന്നത് ഡസ് നോട്ട് സ്പ്രെഡ് അക്രോസ് ബോത്ത് കേരള ആൻഡ് തമിഴ്നാട്. ഇറ്റ് ഈസ് പ്രൈമർലി ഇൻ തമിഴ്നാട്, അതായത് കേരളത്തിലും തമിഴ്നാടുമായിട്ട് കിടക്കുന്നില്ല. അത് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലാണ് പളനി മലനിരകളെ തമിഴ്നാടാണ്. കേരളവും തമിഴ്നാട് ബോർഡർ ഒന്നും വരുന്നില്ല, ക്രോസ് ചെയ്ത് കിടക്കുന്നില്ല പളനിമല, തമിഴ്നാട്ടിലാണ് പളനിമല. ക്ലിയറല്ലേ? മറന്നേ പോകരുത്. ഇനി നമ്മൾ ആനമുടിയുടെ തെക്കേ അറ്റം സൗത്ത്, ആനമുടിയുടെ തെക്കേ അറ്റമാണ് ഏലമല കാർഡമം ഹിൽസ് എന്നാണ് വിളിക്കുന്നത്. ഏലമല കിടക്കുന്നത് നമ്മുടെ ആനമുടിയുടെ തെക്കേ അറ്റത്താണ് ഏലമലയൊക്കെ കിടക്കുന്നത്. ഏലമല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടൊക്കെ വരും. ഏലമലയൊക്കെ കറക്റ്റ് ഇടുക്കി ജില്ലയിലൊക്കെയാണ് കിടക്കുന്നത്, ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. ക്ലിയറല്ലേ? അടുത്തത് മീശപ്പുലിമല. അപ്പോൾ ഏറ്റവും വലിയ പശ്ചിമഘട്ടത്തിലെ കൊടുമുടിയായ ആനമുടി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് സൗത്ത് ഇന്ത്യ, അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും രണ്ടാം സ്ഥാനത്ത് കിടക്കുന്നതാണ് മീശപ്പുലിമല. മറക്കരുത്, സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ മീശപ്പുലിമല ഏറ്റവും വലിയ രണ്ടാമത്തെ ദക്ഷിണേന്ത്യയിലെ കൊടുമുടിയാണ് നമ്മുടെ മീശപ്പുലിമല. കിടക്കുന്നത് ഇടുക്കി ജില്ല തന്നെയാണ്. 2640 മീറ്ററിലാണ് കിടക്കുന്നത്. ഇടുക്കി ജില്ല 2640, മറക്കേ ചെയ്യരുത്. ദോഡാബെട്ട 2637 മീറ്റർ, തമിഴ്നാട് കിടക്കുന്നതാണ് ദോഡാബെട്ട കൊടുമുടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ നമ്മൾ 3 പറഞ്ഞു, ആനമുടി പറഞ്ഞു, രണ്ടാം സ്ഥാനം മീശപ്പുലിമല പറഞ്ഞു, അടുത്ത ദോഡാബെട്ട പറഞ്ഞു. ക്ലിയർ അല്ലേ? തമിഴ്നാട് കിടക്കുവാണ്. ദ സദേൺ മോസ്റ്റ് ഹിൽ സ്റ്റേഷൻ ഇൻ കേരള, കേരളത്തിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് പൊന്മുടി എന്ന് പറയുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഹിൽ സ്റ്റേഷൻ തന്നെയാണ് ഹിൽ സ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ പൊന്മുടി എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഹിൽ സ്റ്റേഷൻ ഇൻ കേരള ആർ ഫൗണ്ട് ഇൻ ദ ഹൈലാൻഡ്, മലനാട്. അതായത് ഏറ്റവും കൂടുതൽ ഹിൽ സ്റ്റേഷനും കേരളത്തിൽ കിടക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? മലനാടിലാണ്. കാരണം നമ്മൾ പറഞ്ഞു ഉയരത്തിൽ കിടക്കുന്നത് മലനാടാണല്ലോ. 900 മീറ്റർ ഉയരെ കിടക്കുവാണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരെയാണ്. മാത്രമല്ല 48% കിടപ്പുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗമായ മലനാട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഹിൽ സ്റ്റേഷനൊക്കെ കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഹിൽ സ്റ്റേഷൻ നമുക്ക് നോക്കാം. പൊന്മുടി ഹിൽ സ്റ്റേഷൻ തിരുവനന്തപുരത്താണ്. ദേവികുളം ഹിൽ സ്റ്റേഷൻ ഇടുക്കി. മൂന്നാർ ഹിൽ സ്റ്റേഷൻ ഇടുക്കിയാണ്. പീരുമേട് ഹിൽ സ്റ്റേഷൻ ഉണ്ട്, ഇടുക്കിയിൽ തന്നെയാണ് പീരുമേട്, ഇടുക്കി. നെല്ലിയാമ്പതി പാലക്കാട്, നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷൻ പാലക്കാടാണ്. അരിമ്പ്ര മലപ്പുറത്താണ്. നെല്ലിയാമ്പതി പാലക്കാടും അരിമ്പ്ര മലപ്പുറത്തുമാണ് കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി പെരുവണ്ണാമൂഴി കോഴിക്കോട്, പെരുവണ്ണാമൂഴി ഹിൽ സ്റ്റേഷൻ ഉണ്ട്. ലക്കിടി ഹിൽ സ്റ്റേഷൻ വയനാടുണ്ട്. പെരുവണ്ണാമൂഴി കോഴിക്കോട് കിടപ്പുണ്ട്, ലക്കിടി വയനാട് കിടപ്പുണ്ട്. ഏഴിമല കണ്ണൂർ, ഏഴിമല ഹിൽ സ്റ്റേഷൻ കണ്ണൂരുണ്ട്. അതുപോലെ തന്നെ പൈതൽമല, ഏഴിമലയും പൈതൽമലയും കണ്ണൂർ തന്നെയാണ്, മറക്കരുത്. റാണിപുരം ഹിൽ സ്റ്റേഷൻ കാസർഗോഡാണ് കിടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് മലനാട് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അടുത്ത മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാട് എന്ന് പറയുമ്പോൾ ആ പേരിലുണ്ട് ഇടയിൽ നിൽക്കുന്നവനാണ്, അതായത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലാണ്. മിഡ്ലാൻഡ് ഈസ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹൈലാൻഡ് ആൻഡ് ദ കോസ്റ്റൽ റീജിയൻ. അതായത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ കാണുന്നവനാണ് ആര്? ഇടനാട്. 42% ഉള്ളൂ കേരളത്തിൽ. 42% കാണപ്പെടുന്നവനാണ് ഇടനാട്. 42%. ഇവൻ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ, 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ആര് കിടക്കുന്നത്? മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാട് കിടക്കുന്നത്. മിഡ്ലാൻഡ്
കറക്റ്റ് നമുക്കറിയാം. ഈവൻ മിഡ്ലാൻഡ് ഇടനാട് പറയുന്നത് ചെറുകുന്നുകളും താഴ്വരകളാലും പ്രസിദ്ധം എന്നാണ് പറയുന്നത്. കണ്ടോ, ഹിൽ റോക്കുകളുണ്ട്, വാലീസ് ഉണ്ട്. അതായത് ചെറുകുന്നുകളും താഴ്വരകളാലും പ്രസിദ്ധമായ നാടാണ് ഇടനാട്. മറക്കേച്ചേര്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മൾ മലനാട് പഠിച്ചപ്പം ഏലം, തേയില, കുരുമുളക്, ഗ്രാമ്പു, കറുവാപ്പട്ട, ചന്ദനം, കൊക്കോ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. മലനാട്ടിൽ റബ്ബർ ഉൾപ്പെടെ ചെയ്യും എന്ന് പറഞ്ഞു. എന്നാൽ വ്യക്തമായി മനസ്സിൽ കോറിയിടേണ്ട ഒറ്റ സെൻറ്റൻസ്, ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്ന ഭൂവിഭാഗം ഇടനാടാണ്. ദ റീജിയൻ ഇൻ കേരള വിത്ത് ഹയസ്റ്റ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി, ഹയസ്റ്റ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നത്, വിളവൈവിധ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടനാടാണ്. ഇടനാട്ടിലെ പ്രധാനപ്പെട്ട വാണിജ്യ വിള റബ്ബറാണ്. ഇതെല്ലാം ഇടനാട്ടിൽ ചെയ്യും. ഏതാണ്? റബ്ബർ, കോക്കനട്ട്, തേങ്ങ, നമ്മുടെ പെപ്പർ, കുരുമുളക്, കാഷ്യൂ, കശുമാവ്, ബനാന, വാഴ, റൈസ്, നെല്ല്, അതുപോലെ തന്നെ എല്ലാം ചെയ്യും. നമ്മുടെ എല്ലാ ടൈപ്പും ഇടനാട്ടിൽ അനുയോജ്യമാണ്. അതിൽ എടുത്തു പഠിക്കണം ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്നത്. കണ്ടോ, ദ ട്രോപ്പോഗ്രാഫി ആൻഡ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദ ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഇൻ മിഡ്ലാൻഡ്. ഇടനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ മണ്ണ്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്ന ഒരു ഭൂവിഭാഗം ഇടനാടായതുകൊണ്ട് ഏത് ടൈപ്പ് മണ്ണായിരിക്കും ഇവിടെ അനുയോജ്യം? ലാറ്ററൈറ്റ് സോയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ലാറ്ററൈറ്റ് അല്ലേ, ചെങ്കൽ മണ്ണ്. അപ്പോൾ അത് കാണപ്പെടുന്നതും ഈ പറഞ്ഞ ഇടനാട്ടിലാണ്. ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് കാണപ്പെടുന്നതും ഈ ഇടനാട്ടിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ ടൈപ്പും, അതായത് ട്യൂബേഴ്സ് സച്ചസ് ടപ്പിയോക്ക, അതുപോലെ തന്നെ നമ്മളെ എല്ലാ ടൈപ്പും നമ്മുടെ മിഡ്ലാൻഡിൽ ചെയ്യും. നമ്മൾ ഒറ്റ കാര്യം ഒഴിച്ച് ഏലവും തേയിലയും ഒഴികെ ഏതൊരു വിളയ്ക്കും, അതാണ് ദ ലാൻഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ എനി ടൈപ്പ് ഓഫ് ക്രോപ്സ് വിത്ത് ദ നോട്ടബിൾ എക്സെപ്ഷൻസ് ഓഫ് കാർഡമം ആൻഡ് ടീ. ഏലവും തേയിലയും ഒഴികെ എല്ലാ വിളയ്ക്കും പറ്റും. അതുകൊണ്ടാണ് വിളവൈവിധ്യം കൂടുതലെന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. പഠിക്കേണ്ട പോയിന്റ്, ഏലവും തേയിലയും ഒഴികെ ഏതൊരു വിളയ്ക്കും അനുയോജ്യമാണ് നമ്മുടെ ഇടനാട്. അതിലേറ്റവും പ്രധാനം റബ്ബർ ഇടനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കൊമേഴ്ഷ്യൽ ക്രോപ്പാണ്. ഇടനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ വിളയാണ് റബ്ബർ. ഏതാണ്? റബ്ബർ. മലനാട്ടിൽ ചെയ്യൂലെന്നല്ല, ചെയ്യും. എന്നാലും ഇടനാട്ടിലെ പ്രധാനപ്പെട്ട വാണിജ്യ വിളയാണ്. ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഞാൻ എടുത്തു പറഞ്ഞു, ലാറ്ററൈറ്റ് മണ്ണാണ്, അല്ലെങ്കിൽ റെഡ് ക്ലേ സോയിൽ, ചെങ്കൽ മണ്ണാണ് കേട്ടോ. റെഡ് ക്ലേ സോയിൽ, ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് മനസ്സിൽ വരണം, ഇടനാട്ടിൽ കൂടുതൽ കാണപ്പെടുന്നത്. ഇനി നമ്മളൊരു സംഘകാലം പറഞ്ഞില്ലേ മലനാട് പഠിച്ചപ്പോൾ, മലനാടിനെ സംഘകാലത്ത് നമ്മൾ കുറിഞ്ചി എന്ന് വിളിച്ചു, മൗണ്ടൻ പ്രദേശങ്ങളെല്ലാം. അപ്പോൾ ഇടനാട് മരുതം മറക്കരുത്. ഇടനാട് സംഘകാലത്ത് അറിയപ്പെടുന്ന പേര് മരുതം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കറക്റ്റ് കിടക്കുന്നത്, ഇതിൻ്റെ ബൗണ്ടറി പറയാൻ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം, സഹ്യാദ്രി, അവിടെയാണ് മലനാടെന്ന് പറഞ്ഞു. അപ്പോൾ ആ അതായത് ഈസ്റ്റേൺ ബൗണ്ടറി വരുന്ന ഹൈലാൻഡാണ്. ഇടനാടിൻ്റെ കിഴക്ക് ഭാഗം നമ്മൾ നേരത്തെ ഒരു പിക്ചർ കാണിച്ചില്ലേ, ആ കിടക്കുന്ന ഇടനാടിൻ്റെ കിഴക്ക് ഭാഗം കിടക്കുന്ന മലനാടാണ്. ഈസ്റ്റേൺ ബൗണ്ടറി ഹൈലാൻഡാണ്, വെസ്റ്റേൺ ബൗണ്ടറി ലോ ലാൻഡാണ്, കോസ്റ്റൽ ഏരിയ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണല്ലോ. അപ്പം ഇടനാടിൻ്റെ കിഴക്ക് ഭാഗം മലനാട് കിടക്കും, ഇടനാടിൻ്റെ പടിഞ്ഞാറ് ഭാഗം തീരപ്രദേശം അല്ലെങ്കിൽ ലോ ലാൻഡ് കിടക്കും. മറന്നേ പോരുത്. ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു പറഞ്ഞു മിഡ്ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഇടനാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണെന്ന് പറഞ്ഞു. മറന്നേ പോകരുത്. സോയിൽ ചെങ്കൽ മണ്ണാണ്, ഏറ്റവും കൂടുതൽ കിടക്കുന്നതും ചെങ്കൽ മണ്ണ് തന്നെയാണ്. ദ മോസ്റ്റ് വൈഡ്ലി ഫൗണ്ട് സോയിൽ ടൈപ്പ് ഇൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ തന്നെയാണ്. 68% ചെങ്കൽ മണ്ണാണ്, ലാറ്ററൈറ്റ് സോയിലാണ്. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു ചെറുകുന്നുകൾ, ലാറ്ററൈറ്റ് ഹിൽ മെയിൻലി ഫൗണ്ട് ഇൻ ദ മിഡ്ലാൻഡ് ഓഫ് നോർത്ത് കേരള, ലാറ്ററൈറ്റ് ഹില്ലാണ് അല്ലേ. കണ്ടോ, മെയിൻലി ഫൗണ്ട് ഇൻ ദ മിഡ്ലാൻഡ് ഓഫ് നോർത്ത് കേരള, ലാറ്ററൈറ്റ് കുന്നുകൾ തന്നെയാണ്, ലാറ്ററൈറ്റ് കുന്നുകളാണ്. മറന്നേ പോരുത്. ലാറ്ററൈറ്റ് കുന്നുകളൊക്കെ നമ്മുടെ വടക്കൻ പ്രദേശമാണ്. നോർത്ത് കേരള അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ്, മലപ്പുറം അങ്ങാടിപ്പുറം ഒക്കെ വടക്ക് ഭാഗമാണല്ലോ. അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് ഹില്ലിനെ വാസ് ഡിക്ലെയർ ആസ് ദ ഫസ്റ്റ് ജിയോളജിക്കൽ മോണുമെന്റ് ഇൻ കേരള
ബൈ ദ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനപ്രകാരം ആദ്യത്തെ ജിയോളജിക്കൽ മോണുമെന്റ് സ്മാരകമായിട്ട്, ജിയോളജിക്കൽ ചരിത്ര സ്മാരകമായിട്ട് ആദ്യം പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നുകളെയാണ്. അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നുകളെയാണ് ഇന്ത്യയിലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രകാരം ആദ്യത്തെ ജിയോളജിക്കൽ മോണുമെന്റ് കേരളത്തിൽ പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വർക്കല ക്ലിഫ് കേട്ടുണ്ടോ? വർക്കല ക്ലിഫിനെ സെക്കൻഡ് സൈറ്റാണ് എവിടുത്തെ ജിയോളജിക്കൽ മോണുമെന്റ്, കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ മോണുമെന്റ് സൈറ്റാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ മോണുമെന്റ്, ചരിത്ര സ്മാരകമായ ജിയോളജിക്കൽ രണ്ടാമത്തെ മോണുമെന്റ് സൈറ്റാണ് വർക്കല ക്ലിഫ് മറക്കരുത്. ആ വർക്കല ക്ലിഫ് ഇന്ത്യയിലെ 27ാമത്തെ നാഷണൽ ജിയോളജിക്കൽ മോണുമെന്റുമാണ്. അതായത് കേരളത്തിലെ 2ാം സ്ഥാനമാണ് ജിയോളജിക്കൽ മോണുമെന്റ് വർക്കല ക്ലിഫ് ആണെങ്കിൽ, ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ 27ാമത്തെ നാഷണൽ ജിയോളജിക്കൽ മോണുമെന്റ് ആണ് വർക്കല ക്ലിഫ്. കണ്ടോ, ഇന്ത്യയിലെ 27ാമത്തെ നാഷണൽ ജിയോളജിക്കൽ മോണുമെന്റ് ആണ് വർക്കല ക്ലിഫ്. കേരളത്തിലെ 2ാമത്തെ ജിയോളജിക്കൽ മോണുമെന്റ് ആണ് വർക്കല ക്ലിഫ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് ആണ്. ഇന്ത്യയിൽ ഫസ്റ്റ് ജിയോ പാർക്ക് വർക്കല ക്ലിഫാണ്. മറക്കരുത്. ഇന്ത്യയിൽ ഫസ്റ്റ് ജിയോ പാർക്ക് വർക്കല ക്ലിഫാണ്. ക്ലിയർ അല്ലേ? അടുത്തത് തീരപ്രദേശം, കോസ്റ്റൽ ഏരിയ അല്ലേ, ലോ ലാൻഡ്. നമ്മൾ എത്ര ശതമാനം എന്ന് പറഞ്ഞു? 10% കിടക്കുന്ന തീരപ്രദേശം പടിഞ്ഞാറ് സൈഡിലായിരിക്കുമല്ലോ, അറബിക്കടൽ തീരം കിടക്കുവാണ്, പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 വരെ അല്ലെങ്കിൽ 7.5 താഴെ ആണ് നമ്മുടെ ഏത് ലാൻഡ്സ്കേപ്പ് ഏരിയ കിടക്കുന്നത്? ലോ ലാൻഡ് എന്ന് വിളിക്കുന്ന കോസ്റ്റൽ ഏരിയ കിടക്കുന്നത്. ദ കോസ്റ്റൽ റീജിയൻ ഈസ് ദ ഏരിയ ഓഫ് ലാൻഡ് ദാറ്റ് ഹാസ് ആൻ ഓൾട്ടിറ്റ്യൂഡ് അപ് ടു 7.5 മീറ്റേഴ്സ് എബോവ് സീ ലെവലിൽ നിന്ന് കിടക്കുവാണ്. 10% കാണപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ക്ലിയർ അല്ലേ? മറന്നേ പോകരുത്. കാരണം നമ്മൾ ഇടനാട് മേഖലയിൽ വരുന്ന തീരപ്രദേശങ്ങളെല്ലാം മൺസൂൺ സമയത്ത് ശക്തമായ കടലാക്രമണമൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടനാട് മേഖലയിൽ വരുന്ന തീരപ്രദേശത്തെല്ലാം മൺസൂൺ കാലത്ത് ശക്തമായ കടലാക്രമണം അനുഭവപ്പെടാറുണ്ട്. ദ എൻറ്റയർ കേരള കോസ്റ്റൽ എക്സ്പീരിയൻസസ് സ്ട്രോങ് സീ എറോഷൻ ഡ്യൂറിംഗ് ദ മൺസൂൺ സീസൺ ഇൻ ദ ഇടനാട് റീജിയൻ. ക്ലിയർ അല്ലേ? ഇനി ദ കോസ്റ്റ് ലൈൻ ഓഫ് കേരള ഈസ് കറൻ്റ്ലി, നമുക്കറിയാം കേരളത്തിൻ്റെ തീരപ്രദേശം 590 മുതൽ 600 കിലോമീറ്റർ വരെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തീരപ്രദേശം. 590 മുതൽ 600 കിലോമീറ്ററിനിടയിലാണ് കിടക്കുന്നത്. ക്ലിയർ അല്ലേ? മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശം മലബാർ തീരസമതലമാണ് അല്ലേ. കേരളത്തിൻ്റെ ദ കോസ്റ്റൽ റീജിയൻ ഓഫ് കേരള ഈസ് നോൺ ആസ് മലബാർ കോസ്റ്റൽ പ്ലെയിൻ. മലബാർ തീരസമതലം എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ വിളിക്കുന്നത്. നമുക്ക് 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. 5 ജില്ലകൾക്ക് കടൽ തീരമില്ല അല്ലേ. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി. ബാക്കി എല്ലാ ജില്ലയ്ക്കും കടലുണ്ട്. തിരുവനന്തപുരത്തിന് കടലുണ്ട്, കൊല്ലത്തിന് കടലുണ്ട്, ആലപ്പുഴയുണ്ട്, എറണാകുളമുണ്ട്, തൃശ്ശൂരുണ്ട്, മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്. അതിൽ ഏറ്റവും നീളം കൂടിയ ബീച്ചേ കണ്ണൂർ കിടക്കുവാണ്. ഏറ്റവും കടൽത്തീരം കുറഞ്ഞ ജില്ല കൊല്ലമാണ്. അപ്പോൾ 5 ജില്ലയ്ക്ക് കടൽ തീരമില്ല. അത് ഏതൊക്കെയാണ്? പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി. ഈ 5 ജില്ലയ്ക്ക് കടലില്ല. അതിൽ ഏറ്റവും ലാർജസ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ളത് ഞാൻ എടുത്തു പറഞ്ഞു. ഏറ്റവും കടൽത്തീരം കൂടിയ ജില്ല കണ്ണൂരും, ഏറ്റവും കടൽത്തീരം കുറഞ്ഞ ജില്ല കൊല്ലവും, ഏറ്റവും കടൽത്തീരം കൂടിയ താലൂക്ക് ചേർത്തല, ഏറ്റവും കടൽത്തീരം കൂടിയ താലൂക്ക് ചേർത്തലയും, ഏറ്റവും നീളം കൂടിയ ബീച്ച് കേരളത്തിലെ മുഴുപ്പിലങ്ങാടി കണ്ണൂരാണ്. മാത്രമല്ല ഫസ്റ്റ് ഡിസബിലിറ്റി ഫ്രണ്ട്ലി ബീച്ചാണ്. ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് PSC ചോദിച്ചതാണ്. ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. ആദ്യത്തെ കേരളാസ് ഫസ്റ്റ് ഹെറിറ്റേജ് ബീച്ച് കണ്ടോ, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. എവിടെയാണ് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്? നമ്മുടെ തൃശ്ശൂരാണ്. PSC ചോദിച്ചതാണ്. അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. നമ്മുടെ ഹെറിറ്റേജ് ബീച്ച് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പൈതൃക ബീച്ച് കേട്ടോ. പൈതൃക ബീച്ച് നമ്മുടെ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് തൃശ്ശൂരാണ്, മറക്കരുത്. എന്നാൽ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. മേജർ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഫൗണ്ട് ഇൻ ദ കോസ്റ്റൽ റീജിയൻ. ഏറ്റവും കൂടുതൽ നമുക്കറിയാം തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഇൽമനേറ്റും മോണോസൈറ്റും. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ തന്നെയാണ് ഇൽമനേറ്റും മോണോസൈറ്റും. മറക്കരുത്. തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത്
കാണപ്പെടുന്ന കാർഷിക വിളകൾ നെല്ലും തെങ്ങും തന്നെയാണ്. കോക്കനട്ടും പാഡിയും ആർ ദ മെയിൻ അഗ്രികൾച്ചറൽ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ദ കോസ്റ്റൽ റീജിയൻ. തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നമ്മുടെ കാർഷിക വിളകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നെല്ലും തെങ്ങും തന്നെയാണ്, മറക്കരുത്. മാത്രമല്ല നമ്മുടെ അലുവിയൽ സോയിൽ കോസ്റ്റൽ ഏരിയയിൽ പാഡി കൾട്ടിവേഷൻ, അതായത് നമ്മുടെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യവും നമ്മുടെ തീരപ്രദേശത്തുണ്ട്. പാഡി കൾട്ടിവേഷനൊക്കെ അത് വളരെയധികം സ്യൂട്ടബിൾ ആണ്. അതായത് നമ്മുടെ അലുവിയൽ സോയിലിൻ്റെ സാന്നിധ്യം കോസ്റ്റൽ ഏരിയകളിൽ നമ്മുടെ പാഡി കൾട്ടിവേഷനൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഉപ്പുമണ്ണ് നമ്മുടെ തീരപ്രദേശത്തുണ്ട്. അത് നമ്മുടെ കോക്കനട്ട്, തേങ്ങ, നാളികേരം വളരാനൊക്കെ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് നാളികേരത്തിന് അല്ലെങ്കിൽ തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം തന്നെയാണ് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണൊക്കെ. ഇതെല്ലാം നമ്മുടെ തീരപ്രദേശത്തുണ്ട്. സംഘകാലത്ത് തീരപ്രദേശം അറിയപ്പെട്ട പേര് നെയ്തൽ. കണ്ടോ, സംഘകാലത്ത് തീരപ്രദേശത്തിന് വിളിച്ച പേരാണ് നെയ്തൽ. നമ്മൾ സംഘകാലത്ത് കുറിഞ്ചി എന്ന മലനാടിനെ വിളിച്ചു അല്ലേ, മരുതം എന്ന ഇടനാടിനെ വിളിച്ചു. നെയ്തൽ തീരപ്രദേശമാണ്. ക്ലിയർ അല്ലേ? നമ്മൾ എടുത്തു പറഞ്ഞു ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് കേരളയാണ് ഹൈലാൻഡ് ആണെങ്കിൽ വെസ്റ്റേൺ പാർട്ട് ഓഫ് കേരള കോസ്റ്റൽ റീജിയൻ. നമ്മൾ എടുത്തു പറഞ്ഞു കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്ത് മലനാടും കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടൽ കിടക്കുന്നത് കൊണ്ട് തീരപ്രദേശവുമാണെന്ന് പറഞ്ഞു അല്ലേ. ദ ലോവസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ ഫ്രം സീ ലെവൽ, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെ കിടക്കുന്ന പ്രദേശം കുട്ടനാടാണ്. എല്ലാവർക്കും അറിയാം, എത്രയോ തവണ PSC ചോദിച്ചതാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെ കിടക്കുന്ന ഭാഗം തന്നെയാണ് കുട്ടനാട്. കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് 2.2 മീറ്റർ ബിലോ സീ ലെവലിൽ നിന്നും 2.2 മീറ്റർ താഴെ ആഴത്തിൽ കാണപ്പെടുന്നത് തന്നെയാണ്. 2.2 മീറ്റർ താഴെ ആഴത്തിൽ താഴെ ബിലോ സീ ലെവലിൽ നിന്ന് ബിലോ 2.2 മീറ്റർ കുട്ടനാട്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ മേജർ, ഇപ്പം പറഞ്ഞത് നമ്മൾ കടൽത്തീരമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മേജർ ബീച്ചും കൂടെ നോക്കാം. തീരപ്രദേശം പറഞ്ഞതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകൾ, തുറമുഖങ്ങൾ നോക്കാം നമുക്ക്. മേജർ ബീച്ചസ് ഇൻ കേരള, അതിൽ നമുക്കറിയാം പാപനാശം ബീച്ചും ശംഖുമുഖവും കോവളവും നമ്മുടെ തിരുവനന്തപുരത്താണ് അല്ലേ. പാപനാശം ബീച്ച് തിരുവനന്തപുരം, ശംഖുമുഖം തിരുവനന്തപുരം, കോവളം തിരുവനന്തപുരമാണ്. തങ്കശ്ശേരി ബീച്ചും അഴീക്കൽ ബീച്ചും തിരുമുല്ലാവാരവും കൊല്ലത്ത് കിടക്കുന്നതാണ്. തിരുമുല്ലാവാരം ബീച്ചും തങ്കശ്ശേരിയും അഴീക്കലൊക്കെ, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒക്കെ കേട്ടില്ല, അതൊക്കെ കൊല്ലമാണ്. നമ്മുടെ തൈക്കൽ, പുറക്കാട്, തുമ്പോളി, കടപ്പുറം ഇതെല്ലാം ആലപ്പുഴയാണ്. തൈക്കൽ ബീച്ചും പുറക്കാട്, കടപ്പുറവും തുമ്പോളി ബീച്ചും എല്ലാം ആലപ്പുഴയാണ്. ചെറായി ബീച്ചും മുനമ്പം ബീച്ചും എറണാകുളത്താണ്. PSC ചോദിച്ചിട്ടുണ്ട്. ചെറായി, മുനമ്പം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളത്താണ്. ചാവക്കാട്, സ്നേഹതീരം PSC എടുത്തു ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. സ്നേഹതീരം ബീച്ച് തൃശ്ശൂരാണ്. ചാവക്കാട് സ്നേഹതീരം, വാടനപ്പള്ളി ബീച്ചൊക്കെ നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. പടിഞ്ഞാറേക്കര ബീച്ചും വക്കാട് ബീച്ചും പൊന്നാനി മലപ്പുറമാണ്. പടിഞ്ഞാറേക്കര, വക്കാട്, പൊന്നാനി, മലപ്പുറം. ബേപ്പൂർ ബീച്ചും മാറാട്, കാപ്പാട്, കോഴിക്കോട്. പയ്യാമ്പലവും ധർമ്മടം ബീച്ചും കണ്ണൂരാണ്. ബേക്കൽ കാസർഗോഡാണ്. ഇനി നമ്മളിത് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മസ്റ്റായിട്ട് ഭൂപ്രകൃതിയിൽ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് ഏരിയകൾ പഠിക്കുമ്പോൾ കോൾ ലാൻഡ് ഏരിയകൾ അറിയണം. എന്താണ് കോൾ ലാൻഡ്? കോൾ നിലങ്ങൾ അല്ലെങ്കിൽ കരിനിലങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടക്കുന്ന വയൽ പ്രദേശങ്ങളാണ് കോൾ ലാൻഡ് എന്ന് പറയുന്നത്. കണ്ടോ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടന്നോണം. കോൾ ലാൻഡ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ഡെപ്ത് ഓഫ് 0.5 to 1 മീറ്റർ ബിലോ ദ സീ ലെവലാണ്. കണ്ടോ, സമുദ്രനിരപ്പിൽ നിന്നും 0.5 1 മീറ്ററും താഴെ കിടക്കുന്നത് തന്നെയാണ് നമ്മുടെ കോൾ ലാൻഡ് കോൾ നിലങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് പാഡിയൊക്കെ തന്നെയാണ് കേരളത്തിൽ കൂടുതലും കോൾ ലാൻഡുകൾ പാഡി തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മേജർ പാഡി പ്രൊഡക്ഷൻ റീജിയൻ ഓഫ് കേരള നമ്മുടെ ഏതാണ്? ഈ കോൾ ലാൻഡ് ഏരിയകളാണ്. അതിൽ എടുത്തു പഠിക്കണം തൃശ്ശൂർ ആൻഡ് മലപ്പുറം ആർ ദ ഡിസ്ട്രിക്ട് വെയർ കോൾ ലാൻഡ് ഫൗണ്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കോൾ നിലങ്ങളാണ് തൃശ്ശൂരും മലപ്പുറത്തും. തൃശ്ശൂർ, ചാവക്കാട്, മുകുന്ദപുരം അവിടെ എല്ലാം നമ്മുടെ കോൾ ലാൻഡുകളാണ്. മലപ്പുറം, പൊന്നാനി പ്രദേശങ്ങളെല്ലാം കോൾ ലാൻഡിന് ഫേമസ് ആണ്. ദീസ് ഏരിയ ഹൈലി പ്രോൺ ടു സഡൻ ഫ്ലഡിങ്. ഇതെല്ലാം ഈ കോൾ ലാൻഡ് ഏരിയയിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവും. കണ്ടോ, പെട്ടെന്ന് വെള്ളം കയറുന്നവയാണ് കോൾ നിലങ്ങൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നവയാണ് കോൾ നിലങ്ങൾ. ഇതിൽ കോൾ ലാൻഡിൽ നമ്മൾ അസിഡിക് നാച്ചർ, അമ്ല സ്വഭാവമുണ്ട്, അമ്ല ഗുണമുള്ള മണ്ണിനങ്ങളുണ്ട്. അയൺ ആൻഡ് അലുമിനിയം കണ്ടന്റ്, പ്രസൻസ് ഓഫ് അയൺ ആൻഡ് അലുമിനിയത്തിൻ്റെതുണ്ട്. ആൻഡ് അലുവിയൽ സോയിൽ, ഇതെല്ലാം നമ്മുടെ കോൾ ലാൻഡ് നിലങ്ങളിലുണ്ട്. അലുവിയൽ സോയിലിൻ്റെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്, ഇരുമ്പിൻ്റെ അംശമുണ്ട്, അലുമിനിയത്തിൻ്റെ അംശമുണ്ട്. അതുപോലെ തന്നെ അസിഡിക്, അമ്ല സ്വഭാവമുള്ള മണ്ണിനങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം കോൾ ലാൻഡിൻ്റെ പ്രത്യേകതയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊക്കാളി എന്ന് പറയുന്നത് കോൾ ലാൻഡിൽ ചെയ്യുന്ന, കോൾ തണ്ണീർത്തടങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി തന്നെയാണ് പൊക്കാളി എന്ന് പറയുന്നത്.
പൊക്കാളി ഈസ് ദ സ്പെസിഫിക് ഫാമിംഗ് മെത്തേഡ് യൂസ്ഡ് ഇൻ കോൾ വെറ്റ്ലാൻഡ് ഏരിയകളിൽ ചെയ്യുന്നത് തന്നെയാണ് പൊക്കാളി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും, അതായത് പ്രൈമറി കൾട്ടിവേഷൻ സീസൺ ഇൻ കേരളാസ് കോൾ ലാൻഡ് എന്ന് ചോദിച്ചാൽ, അതായത് കോൾ ലാൻഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് സീസണിൽ കേരളത്തിൽ കൾട്ടിവേഷൻ കൂടുതൽ കോൾ ലാൻഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പുഞ്ച, വേനൽക്കാലത്ത്. ഏത് സീസണിലാണ് കേരളത്തിൽ കൂടുതൽ കോൾ നിലങ്ങൾ കൃഷി എന്ന് പറഞ്ഞാൽ പുഞ്ച സീസണാണ്, മറന്നേ പോകരുത്, പുഞ്ചക്കാലം. പൊക്കാളി ഈസ് എ വെറൈറ്റി ഓഫ് റൈസ് പാഡി ദാറ്റ് ഹാസ് ദ എബിലിറ്റി ടു സർവൈവ് ബോത്ത് ഫ്ലഡിങ് ആൻഡ് ഹൈ സാലിറ്റി. അതായത് പൊക്കാളി എന്ന് പറയുന്നത് കോൾ നിലങ്ങളിലെ പ്രധാനപ്പെട്ട കൃഷിയാണ് പൊക്കാളി. എന്തുകൊണ്ട്? കാരണം ഉപ്പിൻ്റെ അംശം, ലവണാംശത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള, അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തനം തന്നെയാണ് പൊക്കാളി എന്ന് പറയുന്നത്. മാത്രമല്ല വെള്ളക്കെട്ടിനെയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെള്ളക്കെട്ടിനെയും സർവൈവ് ചെയ്യാൻ. കാരണം ഒരാൾ പൊക്കത്തിലാണ് പൊക്കാളി വളർത്തുന്നത്, ഒരാൾ പൊക്കത്തിൽ വളർത്തുന്നു. അതുകൊണ്ട് കോൾ നിലങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പൊക്കാളി. കാരണം ഉപ്പിൻ്റെ അംശത്തെ അതിജീവിക്കാനും കഴിയുന്നുണ്ട്, വെള്ളപ്പൊക്കത്തെ സർവൈവ് ചെയ്യാനും കഴിയുന്നതാണ് പൊക്കാളി. അതുകൊണ്ടാണ് കോൾ നിലത്തിൽ അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇനി തീരപ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ചാകര. നമ്മൾ പറയില്ലേ ചാകര, കടൽ തീരത്ത് ചാകര. ഈ ചാകര നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അവസാനത്തോടുകൂടി, അതായത് ഫൈനൽ സ്റ്റേജ്, നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ആദ്യം എത്തുമല്ലോ, എത്തിയിട്ട് അത് തിരിച്ചു പോകുന്ന അവസാനത്തോടു കൂടി നമ്മുടെ തീരപ്രദേശത്തെല്ലാം ഒരു ടൈപ്പ്, അതായത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ പ്ലാങ്ക്ടോൺ എന്ന സൂക്ഷ്മജീവികൾ അടിഞ്ഞുകൂടും. ഇവ അടിഞ്ഞുകൂടുന്നത് തന്നെ എന്തുകൊണ്ട്? ഈ പറഞ്ഞ പ്ലാങ്ക്ടോൺ എന്ന സൂക്ഷ്മജീവികൾ, അതായത് നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി നമ്മുടെ കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പ്ലാങ്ക്ടോൺ എന്ന സൂക്ഷ്മജീവികൾ ഉണ്ടാവും. അപ്പോൾ ഇവ സാധാരണ ഈ സൂക്ഷ്മജീവികൾ ജലത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഇവയെ ഭക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മീനുകൾ, ഇപ്പോൾ പ്രോൺസ്, സാർഡിൻസ് ആൻഡ് ഇഷ്ടംപോലെ വെറൈറ്റി മീനുകൾ ഇത് ഫീഡ് ചെയ്യാൻ വേണ്ടി, ഈ പ്ലാങ്ക്ടോൺ എന്ന ഈ സൂക്ഷ്മജീവി ചെളിയിൽ അടിഞ്ഞിരിക്കുന്ന ഇതിനെ ഭക്ഷിക്കാൻ വേണ്ടി തീരപ്രദേശത്ത് ഈ മത്സ്യങ്ങൾ വരും. അതാണ് നമ്മുടെ ആ തീരപ്രദേശത്ത് മഡ് ബാങ്കിൽ വന്ന് ഇവയെ ഭക്ഷിക്കുന്നുണ്ട്. അതാണ് ചാകര എന്ന് പറയുന്നത് കേട്ടോ. അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ എന്താണ് നമ്മുടെ പ്ലാങ്ക്ടോൺ എന്ന സൂക്ഷ്മജീവികൾ അടിഞ്ഞുകൂടുകയും അവയെ ഭക്ഷിക്കുന്നതിന് വേണ്ടി മത്സ്യങ്ങൾ കടൽ തീരത്തെത്തുന്ന പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ചാകരയ്ക്ക് ഏറ്റവും ഫേമസ് പുറക്കാട് ബീച്ചാണ്, ആലപ്പുഴ. അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ തീരപ്രദേശം പറഞ്ഞതാണ്. ഇത് ഇത്രയും നമ്മുടെ കേരളത്തിലെ ഫിസിയോഗ്രാഫിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഏതൊക്കെ? മലനാട്, ഇടനാട്, തീരപ്രദേശം, പശ്ചിമഘട്ടത്തിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു, കോൾ നിലങ്ങളെക്കുറിച്ച് പറഞ്ഞു. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗമാണ്. നമുക്ക് ഇനി അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ കാണാം. താങ്ക്